രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം 11ാമത്തെ ദശകമാണ്, 4ാമത്തെ ശ്ലോകമാണ്, 111ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണി, ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ ആ നാരായണീയത്തിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ കൃഷ്ണൻ്റെ രാധാദേവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? കൃഷ്ണൻ്റെ രാധാദേവിയെക്കുറിച്ച് നിരവധി റിസർച്ച് നടത്തി എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം കണ്ടാൽ രാധാറാണിയെക്കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും. അതേ കണക്ക് തന്നെ പ്രശസ്തമായ ശങ്കരാചാര്യ സ്വാമികളുടെ ഭജഗോവിന്ദം പഠിക്കണമെന്നുണ്ടോ? ബുധനാഴ്ച ദിവസം 12 മണിക്ക് ഭജഗോവിന്ദം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ അഷ്ടപതി എഴുതിയ ജയദേവ കവി, ആ ജയദേവ കവിയുടെ പ്രണയത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ അറിയണോ എങ്കിൽ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഏത് കേട്ടാൽ മതി. വ്യാഴാഴ്ച 12 മണിക്ക് ജയദേവന്റെ ജീവിതകഥ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ചിലരൊക്കെ എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് വരാവുന്നതാണ്. ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുമില്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. മുടങ്ങാതെ വന്നാൽ നിങ്ങൾ ഹൈ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ എൻ്റെ 96453339 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് അഷ്ടാവക്ര ഗീത കേൾക്കേണ്ടതാണ്. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്ത് രാധിക കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠന ക്ലാസ് നിങ്ങൾ കേട്ടിട്ട് രാധിക കവചം ഇന്ന് തൊട്ട് അർത്ഥമറിഞ്ഞു ചൊല്ലി രാധാറാണിയുടെ പ്രീതി നേടാൻ ശ്രമിക്കുക. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും വരികൾ ഇല്ലാതെയുമുണ്ട്. സഹസ്രനാമത്തിന് തുല്യമായ രാധാ മാനസതന്ത്രമുണ്ട്. അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നത് പ്ലേലിസ്റ്റിൽ നിന്ന് എടുക്കുക. നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞാൻ പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നിശ്ചയമായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കുക. പിന്നെ ശ്രീബുദ്ധൻ കൃഷ്ണൻ്റെ അവതാരമാണ്.
ആ ബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിങ്ങൾ നിശ്ചയമായും കേട്ടിരിക്കണം. കൃഷ്ണനെ അറിയണമെങ്കിൽ ബുദ്ധനെയും കൂടെ അറിഞ്ഞാലേ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അതേ കണക്ക് തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്, ഭക്തമീരയുടെ കഥകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് ഒരുപാട് അറിവ് നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന മോർണിംഗ് മെസ്സേജസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അതുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. അങ്ങനെ ഒരു ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒരു കുടക്കീഴിൽ ഒരൊറ്റ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ഇന്നത്തത് പാടിത്തരുന്നത് ശോഭയാണ്. ഞങ്ങൾക്ക് രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്നൊരു വിശുദ്ധമായ ഗ്രൂപ്പുണ്ട്, അതീവ വിശുദ്ധമായ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എപ്പോഴും ഓരോന്ന് പാടിയിടുകയും ഗ്രൂപ്പിൽ അങ്ങേയറ്റം ആക്റ്റീവായിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ ശോഭ എന്ന് പറയുന്നത്. അങ്ങനെ ശോഭയുടെ പാട്ടുകൾ കേട്ട് വളരെ നല്ല പാട്ടാണ്, ഭക്തിയിൽ മുഴുകിയ പാട്ടാണ്. രാധാറാണിയുടെ കഠിന ഭക്തയാണ്. ആ രാധാമന്ത്രം ചൊല്ലുന്ന രാധാജിയുടെ കഠിന ഭക്തയായ നമ്മുടെ ശോഭ ഞങ്ങളുടെ രാധാറാണിയുടെ ഗോലോക ഭക്തർ എന്ന ഗ്രൂപ്പിലെ അംഗമായ ശോഭ. നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ എൻ്റെ 96453339 വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ആ ശോഭയുണ്ടല്ലോ അതിമനോഹരമായിട്ട് പാടുകയാണ്. നിങ്ങളത് കേട്ടോ. ശോഭ പാടിയതിന് ശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. തദേതദാജ്ഞായ ഭവാനവ്യാപ്താഃ സഹൈവ ലക്ഷ്മ്യാ ബഹിരാംബുജാക്ഷാ ഗഗേശരാം സാർപ്പിത ചാരുബാഹു ആനന്ദയസ്ഥാന അഭിരാമമൂർത്യ. അപ്പോൾ നമ്മുടെ ശോഭ വളരെ മനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇനി കേട്ടെ. തദേ തദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുരാനന്ദയം സ്ഥാനഭിരാമമൂർത്യ. ഓക്കെ. തദേ തദാജ്ഞായ അർത്ഥം ഈ കാര്യം അറിഞ്ഞിട്ട് ഭവാൻ അങ്ങ് അവാപ്ത എത്തി സഹൈവ ലക്ഷ്മിയ ലക്ഷ്മിയോട് കൂടിയവനായി. സഹൈവ ലക്ഷ്മിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയോട് കൂടിയവനായി. ബഹി പുറത്തേക്ക്, അംബുജാക്ഷ അംബുജാക്ഷ എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലെ മനോഹരമായ നയനങ്ങളുള്ള ഭഗവാനെ എന്നാണ് അർത്ഥം. താമര ഇതളുകൾ പോലെ മനോഹരമായ കണ്ണുകളുള്ള ഭഗവാനെ, അതായത് മഹാവിഷ്ണു, നമ്മുടെ ശ്രീകൃഷ്ണൻ. അടുത്തത് ഖഗേശ്വരാം, അർത്ഥം പക്ഷികളുടെ രാജാവ്. ഖഗേശ്വരാം ഗരുഡൻ, പക്ഷികളുടെ രാജാവ്. സ അർപ്പിത, അർപ്പിക്കപ്പെട്ട, സമർപ്പിക്കപ്പെട്ട. ചാരു, ചാരു മനോഹരം. ബാഹു കൈകള്. ആനന്ദയം
ആനന്ദിപ്പിച്ചുകൊണ്ട് താൻ അവരെ അഭിരാമമൂർത്തിയ മനോഹരമായ രൂപം ധരിച്ചവനായി, അതിമനോഹരമായ രൂപമുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അംബുജാക്ഷനായ താമര ഇതൾ പോലെ നീണ്ട് അതിമനോഹരമായ കണ്ണുകളുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് സനകാദികളുടെ ഈ ശാപവിവരം അറിഞ്ഞിട്ട് സാക്ഷാൽ ലക്ഷ്മി ദേവിയോടൊപ്പം പക്ഷിരാജാവായ ഗരുഡന്റെ പുറത്ത് കയറി തൻ്റെ മനോഹരമായ കൈകൾ ഗരുഡന്റെ പുറത്ത് വെച്ചുകൊണ്ട് ഏവരെയും ആനന്ദിപ്പിക്കുന്ന അതിമനോഹരമായ രൂപത്തോടു കൂടി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ പറഞ്ഞത് മനസ്സിലായല്ലോ? താമര ഇതൾ പോലെ നീണ്ട് അതിമനോഹരമായ നയനങ്ങളുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പ, അങ്ങ് ഈ സനകാദികൾ വന്ന് ആ ജയവിജയന്മാരെ ശപിച്ച വിവരം അറിഞ്ഞതിന് ശേഷം അങ്ങ് എന്ത് ചെയ്തു? സാക്ഷാൽ ലക്ഷ്മി ദേവിയോടൊപ്പം പക്ഷികളുടെ രാജാവായ ഗരുഡന്റെ പുറത്ത് കയറുകയും തൻ്റെ അതിമനോഹരമായ കൈകൾ ഗരുഡന്റെ പുറത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം സനകാദികളുടെയും ജയവിജയന്മാരുടെയും മുന്നിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞനാണ്, സർവ്വതും അറിയുന്നതാണ് ഭഗവാൻ. ഇവിടെ ഇങ്ങനെ വന്ന് ഒരാൾ ശപിച്ചു എന്ന്, സനകാദികൾ ശപിച്ചു എന്ന് ഒരാൾ ചെന്ന് പറഞ്ഞിട്ടല്ല ഭഗവാൻ അറിയേണ്ടത്. കാരണം ഈ ശാപം പോലും ഭഗവാൻ ഒരുക്കിയ നാടകമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇത് നല്ല വ്യക്തമായിട്ടറിയാം. അപ്പൊ ശപിച്ചു കഴിഞ്ഞ നിമിഷം തന്നെ ഭഗവാന് മനസ്സിലായി തൻ്റെ ലീല അത് പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ അവിടെ നിന്ന് എന്തു ചെയ്തു? ലക്ഷ്മി ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ ലക്ഷ്മി ദേവി, നമുക്ക് സനകാദികളുടെ അടുക്കലേക്ക് പോകണം, ജയവിജയന്മാരെയും കാണണം. കാരണം സനകാദികൾ ഇപ്പം നമ്മുടെ അതിഥിയാണ്. അപ്പൊ അതിഥിയെ നമ്മൾ സ്വീകരിക്കണം, വിശിഷ്ടനായ അതിഥിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ട് ഭക്തന്മാര് ശാപമേറ്റ് ആകെ വിഷമിച്ചു നിൽക്കുകയാണ്, അവരെ നമുക്ക് ആശ്വസിപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ദേവിയെ വിളിച്ച് രണ്ടുപേരും ഗരുഡന്റെ പുറത്തേക്ക് കയറി. അപ്പം അവസാനത്തെ ആ വാതിലും കടന്ന് പിന്നെയും ദൂരത്താണ് ഇവരുടെ ഇരിപ്പിടം. അങ്ങനെ ഗരുഡന്റെ പുറത്ത് കയറി തൻ്റെ മനോഹരമായ കൈകളൊക്കെ എന്ത് ചെയ്തു? ആ ഗരുഡന്റെ പുറത്ത് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ വാഹനവും കൊടിയടയാളവും എന്നും ഭഗവാനോടൊപ്പം എവിടെയും ഉണ്ടാകുന്ന പക്ഷിരാജനാണ് ആരെന്ന് പറയുന്നത്? ഗരുഡൻ എന്ന് പറയുന്നത്. ആ ഗരുഡന്റെ പുറത്താണ് കൈകൾ വെച്ചിട്ട് ഭഗവാൻ എഴുന്നള്ളിയത്. അതിസുന്ദരനല്ലേ ഭഗവാൻ, അതിസുന്ദരനായ അഭിരാമമൂർത്തിയായ ഭഗവാൻ അങ്ങനെ ഗരുഡന്റെ പുറത്ത് ലക്ഷ്മി ദേവിയും ഒത്തു വരികയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് എനിക്ക് രാധാറാണി നേരിട്ട് ദർശനം നൽകിയതും എനിക്കൊരു കുഞ്ഞ് സമ്മാനം, എനിക്കത് വലിയ സമ്മാനമാണ്, അത് നൽകിയതും ആ നൽകിയതുമായ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. രാധാറാണി എനിക്ക് ദർശനം തന്നെ എന്നാണ്. നിങ്ങൾ ആ വീഡിയോ കേൾക്കാൻ പറയുന്നത് ഞാൻ രാധാറാണിയെ കണ്ടു അല്ലെങ്കിൽ രാധാറാണി എനിക്ക് ദർശനം തന്നു എന്ന് വിവരം അറിയുന്നതിനേക്കാൾ ഉപരി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് ആ ദർശനം കിട്ടിയത്, അത് ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും അതുപോലെ ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്ക് എന്ത് ചെയ്യും? രാധാജിയുടെ ദർശനം കിട്ടട്ടെ. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ ഉണ്ട്, കാണണം. പിന്നെ പോയ ജന്മത്തെ എൻ്റെ കുഞ്ഞനുജത്തിയെ ഞാൻ കണ്ടെത്തിയ വീഡിയോ, ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പറാണ്, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ സോൾ പ്യൂരിഫിക്കേഷൻ നടത്താൻ വേണ്ടി ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഞാൻ സമയത്തിനനുസരിച്ച് അത് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി വീണ്ടും ശ്രദ്ധിച്ചു കേട്ടോളണം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ലക്ഷ്മി സമേതനായിട്ട് അങ്ങനെ എത്തുകയാണ്.
അപ്പൊ ഈ ഭഗവാനെ കണ്ടപ്പോൾ നമ്മുടെ സനകാദികൾക്കും ശാപഗ്രസ്തരായ, ശാപങ്ങൾ ഏറ്റുവാങ്ങിയ ജയവിജയന്മാർക്കും രണ്ടുപേർക്കും ആനന്ദമായി. കാരണം സനകാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു കോപത്തിൽ അങ്ങ് ശപിക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ ആ ആസ്ഥാനത്തെത്തിയിട്ട് അത്തരത്തിലുള്ള കോപങ്ങൾ കാണിക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തില് സനകാദികളങ്ങ് ശപിച്ചുപോയി. അതുകൊണ്ട് ആ ശാപം കൊടുത്തതിൽ സനകാദികൾക്കും വിഷമമുണ്ട്. ശാപം ഏറ്റുവാങ്ങിയിരിക്കുന്നതാണ് ജയവിജയന്മാര്. സ്വാഭാവികമായിട്ടും ഒരു ശാപം കിട്ടുമ്പോൾ കിട്ടുന്നാക്കും വിഷമമുണ്ട്. അപ്പൊ ഈ രണ്ടുപേരുടെയും വിഷമം മാറ്റുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ, ആനന്ദ സ്വരൂപനായ ഭഗവാൻ സാക്ഷാൽ ലക്ഷ്മി ദേവിയോടൊത്താണ് അവിടെ എത്തുന്നത്. ഭഗവാൻ ഒറ്റയ്ക്കല്ല എത്തുന്നത്. കാരണം ഇത്രയും വിഷമിച്ച് നിൽക്കുന്നവർക്ക് തങ്ങൾ ഒന്നിച്ച് ദർശനം കൊടുക്കാം എന്ന് വിചാരിച്ചാണ് വരുന്നത്. അങ്ങനെ വന്ന് പിന്നെ അത് മാത്രവുമല്ല, ഈ ശാപഗ്രസ്തരായി കഴിഞ്ഞ ജയവിജയന്മാര് ഇനി അസുരകുലത്തിൽ ജനിക്കണമല്ലോ. അങ്ങനെ അസുരകുലത്തിൽ ജനിക്കുമ്പോൾ അവർ തൻ്റെ കാവൽക്കാരല്ലായിരുന്നോ? തൻ്റെ ഭക്തരല്ലേ? അവരൊരിക്കലും അവിടെ ചെന്ന് കഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാകണം. അതിൻ്റെ അനുഗ്രഹം കൊടുക്കാനാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയെ കൂടെ കൊണ്ടുവന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഭൂമിയിലെ പണക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? പോയ ജന്മങ്ങളിൽ നല്ല പുണ്യം ചെയ്തവരും ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുന്നവരുമാണ് ഈ ജന്മത്തെ പണക്കാരെന്ന് പറയുന്നത്. പോയ ജന്മത്ത് വേണ്ടത്ര പുണ്യങ്ങൾ ചെയ്യാതെയും ഭഗവാനോട് ഒന്നുകിൽ നിന്ദിക്കുകയും അല്ലെങ്കിൽ ഭഗവാനോട് വന്ദിക്കുന്നതുമില്ല, നിന്ദിക്കുന്നതുമില്ല, അങ്ങനെ കഴിയുമ്പോഴാണ് അവർ ദരിദ്രരായി പിറക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സമ്പന്നരെ കാണുമ്പോൾ അസൂയപ്പെടേണ്ട. കാരണം എന്തുകൊണ്ട്? ഈ സമ്പത്ത് അവർ കഴിഞ്ഞ ജന്മവേ പുണ്യമായി വാങ്ങിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടിയവരാണ് അവര്. അതുകൊണ്ട് സമ്പത്തുള്ളവനെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. കാരണം അവൻ ജന്മാർജിതമായിട്ട് ഏതാണ്? പുണ്യം നേടിയവനാ. പക്ഷെ ഈ ജന്മം അവനത് കളഞ്ഞു കുളിച്ചാൽ അടുത്ത ജന്മം അവൻ ദരിദ്രനായിട്ട് എന്ത് ചെയ്യും? പിറക്കുന്നതായിരിക്കും. ഇതാണ് ആളുകൾ സമ്പന്നരായി ജനിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം. അപ്പോൾ ഒരാള് സമ്പന്നനായി ജനിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം, അയാൾ ഏതൊരു സമ്പന്നനെ എടുത്താലും അയാൾ പോയ ജന്മം എന്തായിരുന്നു? കഴിഞ്ഞ ജന്മം അയാൾ ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, അയാൾ ധർമ്മമാർഗത്തിലൂടെ ജീവിച്ചിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ഭഗവാന്റെ കഠിന ഭക്തനായിരുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഒരു ബ്രഹ്മസ്വരൂപം. അത് നിങ്ങൾ ചിലപ്പം യേശുവിൻ്റെ കഠിന ഭക്തനാകാം, അള്ളാഹുവിൻ്റെ കഠിന ഭക്തനാകാം, ശിവന്റെ കഠിന ഭക്തനാകാം. കാരണം ഇതെല്ലാം ആ ബ്രഹ്മ ഊർജമാണല്ലോ. അപ്പൊ ദൈവത്തിന്റെ കഠിന ഭക്തനായിരുന്നു. കഠിന ദൈവഭക്തരാണ് ഈ ജന്മത്ത് നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരായി ഓരോ മതങ്ങളിലും ജനിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ജന്മവും സാമ്പത്തികമായ നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ വേണമെങ്കിൽ ഭഗവാന്റെ കഠിന ഭക്തനായിട്ട് വരിക. പിന്നെ ഭഗവാന്റെ കഠിന ഭക്തനാകുമ്പോൾ നമുക്ക് സമ്പത്തിലൊക്കെ ഉള്ള താല്പര്യങ്ങൾ താനേ അങ്ങ് കുറഞ്ഞു പോകും. ഇതാണ് ആളുകൾ, ചിലർ സമ്പന്നരായി ജനിക്കുന്നു, ചിലർ ദരിദ്രരായി ജനിക്കുന്നതിനുള്ള ആധ്യാത്മികമായ കാഴ്ചപ്പാട്. പിന്നെ ലൗകികമായി ഇപ്പോൾ പണിക്കൊന്നും പോകാതെ വീട്ടിൽ കുത്തിയിരുന്നാലും ഏതാണ് പിന്നെ ദരിദ്രനായിട്ട് നമ്മൾ ജനിക്കും. കൊച്ചിലെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്നാലും ജോലി കിട്ടി നമ്മളങ്ങനെ അങ്ങ് പോകും. ജോലി കിട്ടാതെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും. അത് ലൗകികമായ കാഴ്ചപ്പാട്. രണ്ട് കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ആത്മീയമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലൗകികമായ കാഴ്ചപ്പാട് വേറെ. പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ നല്ല പുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്ന കുടുംബത്തിൽ ജനിക്കും. പഠിക്കനി നമ്മൾ ദരിദ്ര കുടുംബത്തിലങ്ങ് ജനിച്ചാൽ പോലും നമുക്ക് പഠിക്കാനുള്ള ആഗ്രഹം തരും, ബുദ്ധി തരും. അത് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യും? സമ്പന്നതയിലേക്ക് കയറും. നമ്മൾ കുറേ പാപങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാപം അനുഭവിക്കാൻ നമ്മളെ ആദ്യം വേണമെങ്കിൽ ദരിദ്ര കുടുംബത്തിൽ ജനിപ്പിക്കാം. ആ ദരിദ്ര കുടുംബത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പാപത്തിന്റെ ശിക്ഷ കഴിയുമ്പോഴേക്കും നമ്മൾ അപ്പോഴും ദരിദ്ര കുടുംബത്തിൽ ജനിച്ചാലും പഠിക്കാൻ നല്ല മിടുക്കരായിരിക്കും. നമ്മൾ ചിലരെ കുറിച്ച് പറയത്തില്ലേ, എന്ത് മിടുക്കാണത്, അതിനൊരു ട്യൂഷൻ ഇല്ല, ഒന്നുമില്ല.
അതിന്റെ കാരണം ഇതാണ്, കഴിഞ്ഞ ജന്മത്ത് ഭഗവാന്റെ ഭക്തയായിരുന്നു അല്ലെങ്കിൽ ഭക്തനായിരുന്നു, ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറെ പാപം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലം അനുഭവിക്കണം. അതുകൊണ്ട് ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു, പിന്നീട് പഠിച്ചു മിടുക്കനും മിടുക്കിയുമായിട്ട് അവർ പോകും. ഇതാണ് ആളുകൾ സമ്പന്നരാകുന്നതിൻ്റെയും ആളുകൾ ദരിദ്രരാകുന്നതിൻ്റെയും പിന്നിലെ രഹസ്യമെന്ന് പറയുന്നത്. ഇവിടെ ലക്ഷ്മി ദേവിയോടൊത്ത് ഭഗവാൻ എഴുന്നള്ളിയത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായാൽ, ആര്? ജയവിജയന്മാരിനി അസുരകുലത്തിൽ ജനിക്കാൻ പോവുക. അപ്പൊ അസുരകുലത്തിൽ ജനിക്കാൻ പോകുമ്പോൾ അവർക്ക് സമ്പത്ത് വേണം, ധനധാന്യ സമൃദ്ധി വേണം, അല്ലേ? അവര് ചക്രവർത്തിമാരാകാൻ പോവുകയാണ്. നമ്മുടെ രാവണനൊക്കെ എങ്ങനെയാണ്? അപ്പൊ എന്താ പറഞ്ഞ ഈ ജയവിജയന്മാരാണ് വരുന്നത് അങ്ങനെ. അപ്പൊ എന്താണ്? അവർക്ക് ഉയർന്ന കുലത്തിൽ ജനിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ട്, അവർക്ക് നല്ല സമ്പത്ത് ലഭിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹമുണ്ട്. ഭഗവാന്റെ ഭക്തൻ കഷ്ടപ്പെടുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. അതാ ഞാൻ പറഞ്ഞത്, കഷ്ടപ്പെടുന്നവരൊക്കെ കഴിഞ്ഞ ജന്മത്ത് ഭഗവാന്റെ ഭക്തന്മാരല്ല. ഇവിടെ കണ്ടില്ലേ, ജയവിജയന്മാർക്ക് എല്ലാ സമ്പത്തും കിട്ടാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും വേണം. അതുകൊണ്ടാണ് ലക്ഷ്മി സമേതനായിട്ടെത്തിയത്. ഈ ഭഗവാനെ കണ്ടപ്പോൾ അവർക്കെല്ലാം എന്താണ്? ഭയങ്കര സന്തോഷമായി. എന്ന് മാത്രവുമല്ല, എന്താണ്? ഭഗവാന് മറ്റൊരു ഉദ്ദേശവുമുണ്ട്. അസുരകുലത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ജയവിജയന്മാർക്ക് ദർശനം നൽകണം, അവരെ അനുഗ്രഹിക്കണം. ലക്ഷ്മി ദേവിയും അവർക്ക് ദർശനം നൽകണം. നീ അസുരകുലത്തിൽ ജനിച്ചാലും നിനക്കൊന്നിനും ഒരു കുറവുണ്ടാകില്ല, എൻ്റെ അനുഗ്രഹം ഞാൻ കൂടെ ഉണ്ടായിരിക്കും, വിഷമിക്കണ്ട, ശാപം കൊണ്ടല്ലേ വരുന്നത്, എന്നെ അനുഗ്രഹം കൊടുക്കാനാണ് ലക്ഷ്മി ദേവിയും വന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സനകാദികള് അതിഥികളാണ്, അവരെ സ്വീകരിക്കണം. ഒപ്പം തൻ്റെ ഭൃത്യന്മാരെ ആശ്വസിപ്പിക്കുകയും വേണം. കാരണം അവര് ആപത്തിൽ പെട്ടിരിക്കുകയാണ്. പക്ഷേ ആപത് ബാന്ധവനല്ലേ ഭഗവാൻ. ആപത്തിൽ എപ്പോൾ പെട്ടാലും ഭഗവാൻ അവിടെ വന്നിരിക്കും. ഇനി ശാപം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഒരാളങ്ങ് ശപിക്കുമ്പം അപ്പോഴങ്ങ് പോയി അസുരകുലത്തിൽ ജനിക്കുമെന്നല്ല. അവിടെ വന്നു കഴിഞ്ഞിട്ട് ശാപം, സനകാദികള് ജയവിജയന്മാരെ ശപിച്ചു. അപ്പൊ ഭഗവാൻ വന്നിട്ട് അവരോട് പറയും, ഈ ശാപമൊക്കെ കിട്ടിയില്ലേ, അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെ അസുരകുലത്തിലേക്ക് വിടാം എന്ന് പറയും. അപ്പോൾ അവരത് ഭഗവാനെ അനുസരിക്കുകയാണ്. അവര് പറയും, അങ്ങനെയാകട്ടെ ഭഗവാനെ, എന്നത്തേക്കാണ് ഞാൻ അവിടെ ജനിക്കേണ്ടതെന്ന് അങ്ങ് നിശ്ചയിക്കുക എന്ന് പറയും. അപ്പോൾ ഭഗവാൻ നിശ്ചയിക്കുന്ന ആ സമയത്ത് അവിടെ വെച്ച് അവരുടെ ആത്മാവിനെ എന്ത് ചെയ്യുന്നു? അവരുടെ ആത്മാവിനെ എടുത്ത് അസുരകുലത്തിലുള്ള ഏതെങ്കിലും ഒരു ഉയർന്ന നിലയിൽ നിൽക്കുന്ന മാതാവിൻ്റെയും അല്ലെങ്കിൽ പിതാവിൻ്റെയും ബീജങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശാപം. അല്ലാതെ നീ ഉടനെ ഇങ്ങനായി പോട്ടെ എന്ന് പറയുമ്പോൾ ആ സമയത്തങ്ങ് ആകും എന്നല്ല. അപ്പൊ അതാണ് ശാപം ഭരിക്കുക എന്ന് പറയുന്നത്. അപ്പം അവര് ശരിക്കും എന്താ? ഭഗവാനെ അനുസരിക്കുകയാണ്, ഭഗവാന് വേണ്ടി ആ ശാപം ഏറ്റെടുക്കുക. കാരണം സനകാദികൾ ശപിച്ചാൽ അത് മറ്റേയാൾ അനുഭവിക്കണ്ടേ? അതാണല്ലോ അതിൻ്റെ ചിട്ട. അപ്പൊ ഭഗവാൻ പറയും, നീ ഇങ്ങനെ പൊയ്ക്കൊള്ളൂ. ആ ശാപം ഭരിച്ചില്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനാ ശപിച്ചത്, അതിൻ്റെ കുഴപ്പവും ഭഗവാന് തന്നെയാണ്, അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ഭക്തരാണ്, ഭഗവാന്റെ ഭക്തരെ ഭഗവാന്റെ ഭക്തൻ തന്നെയാണ് ശപിച്ചത്. അപ്പൊ വാക്ക് ഭരിക്കണം. ഭഗവാന്റെ വാക്ക് ഭരിക്കാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ജയവിജയന്മാര് ഭൂമിയിലേക്ക് വന്നത്. അവരാണ് ഈ രാവണനായിട്ടൊക്കെ ജനിക്കുന്നത്. അപ്പം മനസ്സിലായില്ലേ, രാമരാവണ യുദ്ധമൊക്കെ, ആ യുദ്ധം നടക്കുന്ന സമയത്ത് രാമൻ അറിയാം ഇത് ആരാണെന്ന്. അപ്പൊ നിങ്ങളിങ്ങനെ രാവണനെ കൊല്ലണേ, ഇപ്പൊ അവനെ കൊല്ലണം, ദുഷ്ടനെന്ന് പറയും. അല്ല, ഈ ജയവിജയന്മാരാണ് അവിടെ വന്നിരിക്കുന്നത്. ഭഗവാൻ ഇതൊക്കെ അറിയാം. ഭഗവാൻ ഇതൊക്കെ ഒരു ലീലയാണ്, ഒരു ലീലയായിട്ടാണ് ഭഗവാൻ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ജയവിജയന്മാർക്ക് ഈ ശാപം കിട്ടിയതിൽ സങ്കടമില്ല. കാരണം അവർക്കറിയാം ഭൂമിയിൽ ലീലകളാടാൻ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പം വേണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളെ ഒപ്പം കൂട്ടാൻ വേണ്ടി ഭഗവാൻ സനകാദികളെ നിമിത്തമാക്കി ഒരു ശാപം സൃഷ്ടിച്ചതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ശാപം സത്യം പറഞ്ഞാൽ ഭഗവാന് ഞങ്ങളോട് അത്രയ്ക്ക് പ്രിയമുള്ളത് കൊണ്ടാണ് ഈ സനകാദികള് കൊണ്ട് ഞങ്ങളെ ശപിപ്പിച്ചത്. കാരണം ഭൂമിയിലേക്ക് ഭഗവാൻ പോകുമ്പോൾ ജയവിജയന്മാർ കൂടെ വേണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെ ഭഗവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഭഗവാന് സനകാദികളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കണ്ടില്ലേ, ശപിച്ചപ്പം അങ്ങനെയാണ് ചിന്തിച്ചത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൂടെ വേണം എന്ന് ഭഗവാൻ എന്തൊരാഗ്രഹമാണ്. ഇതിൽ പരവര ആനന്ദം എന്താ വേണ്ടത്? അപ്പൊ ഭഗവാന്റെ ലീലയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടെ പോയി അസുരന്മാരുടെ വേഷം കെട്ടുകയാണ്. അതിനു വേണ്ടി ഭഗവാൻ ഒരുക്കിയ ഒരു നാടകമാണ്. അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങളെ. അതുകൊണ്ട് ജയവിജയന്മാര് പറയുന്നത്, ഭഗവാനേ, ഈ ശാപം അങ്ങയുടെ സ്നേഹമാണെന്ന് ഞങ്ങൾ അറിയുന്നു, അങ്ങയുടെ കാരുണ്യമാണെന്നറിയുന്നു. ഞങ്ങൾക്ക് ഈ ശാപം തന്ന അങ്ങേക്ക് കോടി കോടി നമസ്കാരം. ഇത് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടത്. മനസ്സിലായ? നിങ്ങൾക്കൊരു കുഴപ്പം വരുമ്പോൾ നിങ്ങൾ അറിയുക, ഭഗവാന് നിങ്ങളോട് ഇഷ്ടമുണ്ട്. എന്തോ നിങ്ങളെ വെച്ചൊരു ലീല ആടാനാണത് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ കുളിമുറിയിൽ നിന്ന് തെന്നി വീണു അല്ലേ? തെന്നി വീണ് എൻ്റെ കാലിൻ്റെ ലിഗമെന്റ് വലിഞ്ഞു. അപ്പൊ ആ ലിഗമെന്റ് എന്ത് ചെയ്തു? ആ ബാൻഡേജ് ഇട്ടു. പക്ഷെ ആ വീണ നിമിഷം ഞാൻ എന്താ ചെയ്തത്? ഞാൻ വന്ന് രാധാറാണി അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ, അമ്മയ്ക്ക് എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് അമ്മ എന്നെ ഇങ്ങനെ വീഴ്ത്തിയത്. അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തോ തെറ്റ് വന്നിട്ടുണ്ട്, അതിനൊരു തിരുത്തെന്ന നിലയിൽ എന്തായാലും എൻ്റെ അമ്മയല്ലാതെ വേറെ ആർക്കും എന്നെ വീഴ്ത്താൻ പറ്റത്തില്ല. എന്നെ തെന്നി വീഴ്ത്തിച്ച എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി നമസ്കാരം. ആ വീണപ്പോഴും എൻ്റെ തല വന്ന് കട്ടിലിൻ്റെ കാലിലിടിക്കാതെ താങ്ങി നിർത്തിയില്ലേ അമ്മ, ആ അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. പക്ഷെ ബാൻഡേജ് ഇട്ട് കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനു വേണ്ടിയാണെന്ന്. ആ സമയത്താണ് രാധാറാണിയെ കുറിച്ചുള്ള പുതിയ അറിവുകളുള്ള പുസ്തകങ്ങൾ വരുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് അന്നേരം എന്താണ്, ഫുൾ ടൈം 1.5 മാസം എനിക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഈ 1.5 മാസവും ഞാനിരുന്ന് രാധാറാണിയെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ, എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ പുസ്തകങ്ങൾ വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് 1.5 മാസം അത് വായിക്കുകയും അതൊക്കെ അഴിച്ചു കഴിഞ്ഞിട്ട് രാധയുടെ പ്രണം പുതിയത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ സമയത്താകട്ടെ എനിക്ക് ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും വരുത്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പഠിച്ച ഒരു കുട്ടിയുടെ അമ്മ അത് കേൾക്കുകയും എനിക്ക് വയ്യ എന്നുള്ള വിവരം അറിയുകയും അവരെന്ത് ചെയ്തു, ഒരു 2-3 ദിവസം ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ചു, ബാക്കി ദിവസം അവർ ഫുഡ് കൊണ്ടു തന്നു. അപ്പൊ അമ്മ എനിക്കൊരു കുഴപ്പവും വരുത്തിയില്ല. ഇതുപോലെ ഈ ജയവിജയന്മാര് ഭഗവാന്റെ ശാപം അനുഗ്രഹമായി എടുത്തതുപോലെ തങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തതെന്നും അതുകൊണ്ട് ഈ ശാപം ഞങ്ങൾക്ക് തന്ന ഭഗവാന് കോടി നമസ്കാരം എന്ന് പറഞ്ഞ് സ്വീകരിച്ചതുപോലെ നിങ്ങൾക്ക് ദുഃഖമെന്ന് തോന്നുന്ന, അതൊരു തോന്നല, നിങ്ങൾക്ക് ദുഃഖം അല്ലെങ്കിൽ കുഴപ്പമെന്ന് തോന്നുന്ന ഏത് അനുഭവം വരുമ്പോഴും അതിൻ്റെ പേരിൽ ഭഗവാന് നന്ദി പറയുക. എന്തോ ഒരു ഉദ്ദേശം ഭഗവാനുണ്ട്, അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് കരുതുക. അങ്ങനെ കരുതി കഴിഞ്ഞാൽ നിങ്ങൾ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറും. നിങ്ങൾക്ക് ഭഗവാൻ ദർശനം നൽകുകയും ചെയ്യും. ആ മനസ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ദാ കണ്ടില്ലേ, ജയവിജയന്മാര് പറയുന്നു, ഞങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഭൂമിയിൽ വരുമ്പോൾ ഞങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് സനകാദികളെ കൊണ്ട് ഈ ശാപം ധരിപ്പിച്ചത്. ഞങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഭഗവാന് കോടി നമസ്കാരം. നമ്മളും അതാ പറയേണ്ടത്. ഗോവിന്ദ ഗോവിന്ദ, രാധാസമേതനായ ഗോവിന്ദ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗോവിന്ദ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന രാധാസമേതനായ ഗോവിന്ദ, ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഭവങ്ങൾക്കും കോടി കോടി നമസ്കാരം. രാധാ ഗോവിന്ദ, രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.